ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ ഓൾറെഡി സെൽഫ് ഫിനാൻസിങ് കോളേജിൻ്റെയും അതുപോലെ തന്നെ ഗവൺമെൻറ് കോളേജിൻ്റെയും MBBSൻ്റെ ഒക്കെ കട്ട് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഒത്തിരി കമൻറ്റ് വന്നു, ചേച്ചി വെറ്റിനറിയുടെയും കൂടെ പറയുമോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വെറ്റിനറിനെ പറ്റിയിട്ടാണ് കേട്ടോ പറയുന്നത്. വെറ്റിനറിയുടെ ലാസ്റ്റ് റാങ്കും കാര്യങ്ങളും പറയുന്നുണ്ട്, വെറ്റിനറിയുടെ സെൽഫ് ഫിനാൻസിങ് കോളേജസിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്, അവിടുത്തെ ഫീസും കാര്യങ്ങളും പറയുന്നുണ്ട്. സെൽഫ് ഫിനാൻസിങ് കോളേജസ് അല്ലാതെ നമുക്ക് നീറ്റ് ജസ്റ്റ് ക്വാളിഫൈ ചെയ്ത് മാത്രം കയറാൻ പറ്റുന്ന ഇന്ത്യയിലെ വെറ്റിനറി കോളേജസിനെ പറ്റിയിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ പേര് ശില്പ, ഞാൻ ശ്രീനാരായണ മെഡിക്കൽ കോളേജിലെ ഒരു ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ വെറ്റിനറിക്ക് നമ്മളുടെ കേരളത്തിൽ ആകെ 2 കോളേജാണ് വരുന്നത് കേട്ടോ. കേരളത്തിൽ സെൽഫ് ഫിനാൻസിങ് കോളേജസ് ഇല്ല, കേരളത്തിൽ ആകെ ഗവൺമെൻറ് കോളേജസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 കോളേജ് ഉണ്ട് കേരളത്തിൽ. ഒരെണ്ണം മണ്ണുത്തിയിലാണ് കേട്ടോ വരുന്നത്, തൃശ്ശൂർ മണ്ണുത്തിയിലാണ് ഒരു വെറ്റിനറി കോളേജ് വരുന്നത്. മറ്റേ കോളേജ് വരുന്നത് വയനാടാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ലാസ്റ്റ് റാങ്കാണ് കേട്ടോ വായിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനെല്ലാം സെറ്റാക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ജനറൽ കാറ്റഗറിക്ക് പോയിരിക്കുന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് മണ്ണുത്തിയിൽ പോയേക്കുന്നത് 4075 കേട്ടോ. അതുപോലെ തന്നെ വയനാട് ജനറൽ കാറ്റഗറിയുടെ ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് 5313 അതുപോലെ തന്നെ ഈഴവ കാറ്റഗറിക്ക് എന്ന് പറയുമ്പോഴത്തേക്കും 5310 ആയിരുന്നു ലാസ്റ്റ് റാങ്ക് മണ്ണുത്തിയിൽ. വയനാട് 6621 മുസ്ലിം കാറ്റഗറിക്ക് തൃശ്ശൂർ പോയേക്കുന്ന ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് 5031 കേട്ടോ. വയനാട് പോയേക്കുന്ന ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് 6514 ലാറ്റിൻ കാത്തലിക്കിൽ പോയേക്കുന്നത് മണ്ണുത്തിയിൽ 8627 അതുപോലെ തന്നെ വയനാട് 10120 കേട്ടോ. പിന്നെ BHൽ പോയേക്കുന്നത് ബാക്ക്വേർഡ് ഹിന്ദുവിൽ പോയേക്കുന്നത് മണ്ണുത്തി തൃശ്ശൂരിൽ 8970 അതുപോലെ തന്നെ വയനാടിൽ 10120 കേട്ടോ. ധീവരയിൽ പോയേക്കുന്നത് 12758 തൃശ്ശൂർ. അതുപോലെ തന്നെ വയനാട് പോയേക്കുന്നത് 12656 കേട്ടോ. വിശ്വകർമ്മയിൽ പോയേക്കുന്ന ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് 6851 അതുപോലെ തന്നെ വയനാട് പോയേക്കുന്നതെന്ന് പറയുന്നത് 8815 കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മളുടെ ലാസ്റ്റ് റാങ്കും കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. അപ്പോൾ നമ്മളുടെ MBBSന് ഇപ്പോൾ ഓൾ ഇന്ത്യ കൗൺസിലിംഗ്, MBBSനും BDSനും നമ്മൾ ഓൾ ഇന്ത്യ കൗൺസിലിംഗ് എന്ന് പറയുന്നത് പോലെ തന്നെ വെറ്റിനറിക്കും ഓൾ ഇന്ത്യ കൗൺസിലിംഗ് ഉണ്ട്. വെറ്റിനറിയുടെ ഓൾ ഇന്ത്യ കൗൺസിലിംഗിനെ നമ്മൾ VCI കൗൺസിലിംഗ് എന്ന് പറയും കേട്ടോ. അപ്പോൾ VCI കൗൺസിലിംഗ് വഴി നമുക്ക് നമ്മളുടെ കേരളത്തിലെ കോളേജസിലേക്കും ഓപ്ഷൻ വയ്ക്കാം. അതുപോലെ തന്നെ വേറെ സ്റ്റേറ്റിലുള്ള കോളേജസിലേക്കും നമുക്ക് ഓപ്ഷൻ വയ്ക്കാം. ഇപ്പോൾ നമ്മളുടെ കേരളത്തിൽ ഒരു വെറ്റിനറി കോളേജിൽ 100 സീറ്റ് ഉണ്ടെങ്കിൽ അവിടെ 85 സീറ്റ് നമ്മളുടെ സ്റ്റേറ്റ് കോട്ട വഴി ഫില്ലാവുന്നതായിരിക്കും, അതായത് കീമ് വഴി ഫില്ലാവുന്നതായിരിക്കും. ബാക്കി 15 സീറ്റ് എന്ന് പറയുന്നത് VCI കൗൺസിലിംഗ് വഴി വേറെ സ്റ്റേറ്റിലെ കൊച്ചുങ്ങൾ വരുന്നതാണ്. അതുപോലെ തന്നെ വേറെ സ്റ്റേറ്റിൽ നമുക്കും ഇതുപോലെ എല്ലാ കോളേജസിലും 15% റിസർവേഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾ ഇന്ത്യ തലത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് VCI കൗൺസിലിംഗ് വഴി അവിടുത്തെ ഗവൺമെൻറ് കോളേജസിലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ 4 സെൽഫ് ഫിനാൻസിങ് കോളേജ് നമ്മളുടെ ഇന്ത്യയിലുണ്ട്, കേരളത്തിലില്ല. മൊത്തം ഇന്ത്യയിൽ 4 സെൽഫ് ഫിനാൻസിങ് കോളേജാണ് കേട്ടോ വെറ്റിനറിക്ക് വരുന്നത്. അപ്പോൾ ഈ കോളേജസിൻ്റെയൊക്കെ ഫീസ് സ്ട്രക്ചറും കാര്യങ്ങളും കുറച്ച് കൊച്ചുങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് മൊത്തത്തിൽ ഒരു 8 lakh rupees ആവും കേട്ടോ. പിന്നെ കുറേ പേര് ലാസ്റ്റ് റാങ്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഗവൺമെൻറ് കോളേജസിലേക്ക് കഴിഞ്ഞ പ്രാവശ്യം പോയിരിക്കുന്ന ഒരു ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് 30,000 റേഞ്ചിലാണ് കേട്ടോ. ജനറൽ കാറ്റഗറി 30,000 റേഞ്ചിലാണ് ഇന്ത്യയിലുള്ള ബാക്കി ഗവൺമെൻറ് കോളേജസിലേക്ക് VCI കൗൺസിലിംഗ് വഴി കിട്ടിയേക്കുന്ന ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് 30,000 അതുപോലെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിൻ്റെ ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ റാങ്കാണ് ഈ പറയുന്നത് 1,35,000 കേട്ടോ ലാസ്റ്റ് റാങ്ക്. അപ്പോൾ പിന്നെ കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി പ്രൈവറ്റ് വെറ്റിനറി കോളേജൊക്കെ എങ്ങനെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ പ്രൈവറ്റ് വെറ്റിനറി കോളേജസിനെക്കാട്ടിലും നല്ല കോളേജ് വേറെ ഉണ്ടടാ. അതായത് ഓരോ സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് കോട്ട വഴി സീറ്റ് ഫില്ലാവുന്ന കോളേജസ് ഓൾ ഇന്ത്യയിൽ വേറെ ഉണ്ട്. ഹരിയാനയിലും രാജസ്ഥാനിലും 2 നല്ല കോളേജുണ്ട്. അപ്പോൾ അവിടെയും നമുക്കിതുപോലെ 8 lakhs per year ഫീസ് വരുന്നുള്ളൂ. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ 1,35,000 റേഞ്ചിൽ നമുക്ക് റാങ്ക് വേണം. അതേസമയം ഇപ്പോൾ ഈ പറഞ്ഞ പോലുള്ള സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് കോട്ട വഴി ഫില്ലാവുന്ന ബാക്കി 2 കോളേജ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഡൽഹിയിലും രാജസ്ഥാനിലും, അവിടെ നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നീറ്റ് ക്വാളിഫൈ ചെയ്താൽ മതി. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിനെക്കാട്ടിലും നിലവാരം കാണിക്കുന്ന കോളേജാണ് കേട്ടോ ഈ പ്രൈവറ്റ്
പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് വെറ്റിനറി കോളേജസിനെക്കാളും നിലവാരം കാണിക്കുന്ന കോളേജാണ് ഇത്. പിന്നെ ഇത്ര 100% ഉറപ്പിൽ ആ 4 പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജസിനെക്കാട്ടിൽ ബെറ്ററായിട്ട് ഈ 2 കോളേജ് ഉണ്ടെന്ന് പറയാനുള്ള കാരണം, കഴിഞ്ഞ പ്രാവശ്യം ഞാനിതുപോലെ വീഡിയോ ഇട്ടപ്പോഴത്തേക്കും കുറേ എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എൻ്റെ കുറേയധികം കൊച്ചുങ്ങൾ, എൻ്റെ 4-5 കൊച്ചുങ്ങൾ അവിടെ പഠിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ 4-5 കൊച്ചുങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള 4-5 കൊച്ചുങ്ങൾ ഇപ്പോൾ അവിടെ സെക്കൻഡ് ഇയറിൽ വെറ്റിനറിക്ക് പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ കോളേജസിനെ പറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ 1,35,000 റാങ്ക് ഉണ്ടെങ്കിലേ നമുക്ക് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ വെറ്റിനറി കിട്ടത്തുള്ളൂ. അതിനെക്കാട്ടിലും ഇപ്പോൾ നിങ്ങൾക്ക് നീറ്റ് ക്വാളിഫൈ ചെയ്ത് ഒരാൾക്ക് വെറ്റിനറി പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇത് തന്നെയായിരിക്കും. നല്ല റാങ്ക് ഉള്ളവർക്കും നല്ലൊരു ഓപ്ഷൻ ഇത് തന്നെയായിരിക്കും. കാരണം ഓൾ ഇന്ത്യയിലെ കോളേജസിൻ്റെ ഒക്കെ സിറ്റുവേഷൻ നമുക്കറിയാമല്ലോ. ഇതെനിക്ക് എന്തായാലും 100% ഉറപ്പുള്ള കോളേജസ് ആണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ നമ്പറിൽ തന്നെ മെസ്സേജ് ചെയ്തോ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. പിന്നെ വേണമെങ്കിൽ ആ കൊച്ചുങ്ങളുടെ നമ്പർ വേണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മെസ്സേജ് ചെയ്തോ, ഞാൻ കണക്ട് ചെയ്ത് തരാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ട്. അപ്പോൾ അത്രേ ഉള്ളടാ. ടാറ്റാ.